ഹായ്. ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ ആകുന്നില്ലേ? നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ ഓഫ് ചെയ്ത് പോകാൻ വേണ്ടി തോന്നുന്നില്ലേ? അല്ലെങ്കിൽ ഇത് ഓഫ് ചെയ്യാൻ പറയാൻ വേണ്ടി തോന്നുന്നില്ലേ? ഇതേപോലെ തന്നെയാണ് മറ്റുള്ള ജീവികൾക്കും. അവർക്കും അവരുടെ ഈ കേൾവിയിൽ ഈ ചെവിയിൽ കുത്തിക്കയറുന്ന രീതിയിലുള്ള എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ അവരന്നേരം സ്ഥലം കാലിയാക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി കൊതുകടി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് ഈ കൊതുകിനെ നമ്മൾക്ക് എങ്ങനെ ഈ രീതിയിൽ, അതായത് കൊതുകിന് സഹിക്കാൻ പറ്റാത്ത ഒരു സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾക്ക് കൊതുകിനെ എങ്ങനെ ഓടിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏത് രീതിയിലുള്ള ഒരു സൗണ്ട് ഉണ്ടാക്കി കഴിയുകയാണെങ്കിൽ, അതായത് ഏത് ഫ്രീക്വൻസിയിലുള്ള ഒരു സൗണ്ട് ഉണ്ടാക്കി കഴിയുകയാണെങ്കിൽ നമ്മൾക്ക് കൊതുകിനെയും അതേപോലെ മറ്റുള്ള ഈ പറന്ന് നടക്കുന്ന ജീവികളെയൊക്കെ നമ്മൾക്ക് അകറ്റി നിർത്തുവാനായിട്ട് ഏത് ഫ്രീക്വൻസി ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾക്ക് ഗൂഗിളിനോട് തന്നെ ചോദിച്ച് നോക്കാം. അപ്പോൾ ഗൂഗിൾ പറയുന്നത് മൊസ്കിറ്റോ റിപ്പല്ലറിൻ്റെ ഫ്രീക്വൻസി 38 കിലോഹെർട്സ് മുതൽ 44 കിലോഹെർട്സ് വരെയുള്ള ഒരു ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് ആണെങ്കിൽ നമ്മൾക്ക് ഈ കൊതുകിനെ നമ്മൾക്ക് ഓടിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു സൗണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വയ്ക്കുകയാണെങ്കിൽ റൂമിൻ്റെ ഉള്ളിലുള്ള കൊതുകുകൾ ഇറങ്ങിപ്പോകുകയും അതേപോലെ തന്നെ പുറത്തുനിന്ന് പുതിയൊരു കൊതുക് വരാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇത് സാധാരണ വണ്ടികളൊക്കെ ഉപയോഗിക്കുന്ന ബസ്സറാണ്. നമ്മൾക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ട സാധനം ബസ്സറാണ്. ഈ ബസ്സർ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം, ഇപ്പോൾ സാധാരണ സ്പീക്കേഴ്സ് എല്ലാം അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗണ്ടായിരിക്കും. അതായത് മനുഷ്യന് കേൾക്കാൻ പറ്റിയത് 20 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയുള്ള സൗണ്ടായിരിക്കും. പക്ഷേ ഇതേപോലുള്ള ബസ്സേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട്സും ഇത് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മളിവിടെ ബസ്സേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വണ്ടിയുടെ ബസ്സറാണ്. നമ്മൾക്കിതൊന്ന് തുറന്നു നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്താണ്. ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ട്രാൻസിസ്റ്ററും 2-3 റെസിസ്റ്റേഴ്സും അതേപോലെ തന്നെ ബസ്സറിൻ്റെ ആ പ്ലേറ്റും കൂടി കാണാവുന്നതാണ്. ഈ വണ്ടിയുടെ ബസ്സറാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ 3 പിൻസ്, അതായത് പുറമേ കാണുന്ന കോപ്പർ കളറിലുള്ള അതിലൊരു വയറും ആ വയർ നമ്മൾ നെഗറ്റീവായിട്ടും സെൻട്രലിൽ നിന്ന് വരുന്ന പാർട്ടിൽ നമ്മൾക്ക് 2 വയസ്സും കാണാവുന്നതാണ്. ഈ രണ്ടും കൂടി ജോയിൻറ്റ് ചെയ്തെടുത്ത് അത് പോസിറ്റീവായിട്ട് വെച്ചിട്ട് വേണം നമ്മൾക്ക് ഉപയോഗിക്കാൻ. അതെല്ലാം നിങ്ങൾ ടെലിഫോണിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ഇതേപോലെ ബസ്സേഴ്സ് കിട്ടും. അപ്പോൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് 2 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഈ പുറമേ കാണുന്ന ഈ പ്ലേറ്റ് നെഗറ്റീവായിട്ടും അതേപോലെ തന്നെ സെൻട്രലിൽ നിന്ന് വരുന്നത് പോസിറ്റീവായിട്ടും ഉപയോഗിക്കുക. അപ്പോൾ ഇനി നമ്മൾക്ക് വേണ്ടത്, നമ്മൾക്ക് ബസ്സറായി അതായത് സ്പീക്കറായി സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സംഭവം റെഡി. ഇനി നമ്മൾക്ക് ഈ ഗൂഗിൾ പറയുന്നത്, അതായത് 38 കിലോ ഹെർട്സ് മുതൽ 44 കിലോ ഹെർട്സ് വരെയുള്ള ഒരു ഫ്രീക്വൻസി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് നമ്മൾക്ക് വേണം. ഇതിനു വേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് 555 IC-യാണ്. 555 നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാകും. ബേസിക് ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുള്ള എല്ലാവരും ഇതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. ഇത് ബേസിക്കലി ഒരു ടൈമർ IC-യാണ്. അതായത് ഇതിൻ്റെ ഓഫ് ടൈമും അതേപോലെ ഓൺ ടൈമും നമ്മൾക്ക് ആവശ്യമുള്ള അളവിലേക്ക് നമ്മൾക്ക് ഡിസൈൻ ചെയ്ത് എടുക്കാവുന്നതാണ്. അതായത് ഓഫിൻ്റെ ടൈം എത്ര ടൈം ഓഫ് ആയിരിക്കണം, അതേപോലെ തന്നെ എത്ര ടൈം ഓഫ് ആയിരിക്കണമെന്ന് നമ്മൾക്ക് തന്നെ ഡിസൈൻ ചെയ്തെടുക്കാം. അതേപോലെ ഇതിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഇതിൻ്റെ ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമ്മൾക്ക് ഒരുപാട് സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത് ഒരു ഫ്രീക്വൻസി ജനറേറ്ററായിട്ടാണ്. അതായത് 38 കിലോ ഹെർട്സും 44 കിലോ ഹെർട്സിനും ഇടയിലുള്ള ഒരു ഫ്രീക്വൻസി നമ്മൾക്ക് ഇതിനകത്തൊന്ന് വളരെ സിമ്പിളായിട്ട്, ഇതിന് നമ്മൾക്ക് ഏകദേശം കടയിൽ ഒരു 15 രൂപ താഴെയുള്ളൂ ഈ IC-ക്ക്. അതേപോലെ തന്നെ ഇതിന് നമ്മൾക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരു 20 രൂപ താഴെയുള്ള സംഭവങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾക്ക് ഈ ഫ്രീക്വൻസി ജനറേറ്റർ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സർക്യൂട്ടിലേക്ക് പോകാം. ഇത് ഞാനിവിടെ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം. ഈ ഒരു രീതിയിലുള്ള സർക്യൂട്ട് ഡയഗ്രം ഉപയോഗിച്ച് നമ്മൾക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ നമ്മൾക്ക് ആവശ്യമായ ഏത് ഫ്രീക്വൻസിയും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനെ നോക്കുക, ഇതിൻ്റെ R1, R2, C1 ഈ 3 സംഭവങ്ങളാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസിയെ തീരുമാനിക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ ഒരു ഇക്വേഷനും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർമുല ഫ്രീക്വൻസി ഈക്വൽ ടു 1.44 ഡിവൈഡ് ബൈ R1. ഈ 3 R2 ഇൻറ്റു C1 ഈ 3 വാല്യൂസ്, ഈ 3 വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി. അപ്പോൾ നമ്മൾക്ക് ഇന്ന് വേണ്ടത്
38 കിലോ ഹെർട്സിനും 44 കിലോ ഹെർട്സിനും ഇടയിലുള്ള ഏതെങ്കിലും ഒരു ഫ്രീക്വൻസിയാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഈ സർക്യൂട്ട് ഞാനൊന്ന് ഇതിനൊക്കെ വാല്യൂസ് കൊടുത്തിട്ട് ഒന്ന് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ R1-ന് 1 കിലോ ഓമും അതേപോലെ തന്നെ R2-ന് 10 കിലോ ഓമിൻ്റെ ഒരു റെസിസ്റ്ററും, അതായത് വേരിയബിൾ റെസിസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ C1 എന്നുള്ളത് 0.01 മൈക്രോ ഫാരഡും സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഈ ഫോർമുല ഉപയോഗിച്ച് നമ്മൾക്ക് ഈ മൂന്നെണ്ണത്തിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ R1 നമ്മൾ 1 കിലോ ഓം സെലക്ട് ചെയ്തു. അതേപോലെ തന്നെ C1 എപ്പോഴും നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക. കപ്പാസിറ്റേഴ്സ് എല്ലാ വാല്യൂസിലൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഏറ്റവും നമ്മൾക്ക് ചുറ്റുപാടുമുള്ള നമുക്ക് ഏതെങ്കിലും PCBകളിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റിയ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ R2 ഇവിടെ ഞാൻ 10 കിലോ ഓം ആണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത്, അപ്പോൾ നമ്മൾക്ക് ഈ ഫ്രീക്വൻസി ഇപ്പം ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് 1 കിലോ ഓമും അതിൻ്റെ താഴെ R2 എന്ന് പറയുന്നത് 1.2 കിലോ ഓമും അതേപോലെ തന്നെ C1 0.01 മൈക്രോ ഫാരഡും ഇത് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഫ്രീക്വൻസി ഈക്വൽ ടു 38 കിലോ ഹെർട്സിന് ഏകദേശം അടുത്ത് കിട്ടും. എന്നിരുന്നാലും നമ്മൾ തിയററ്റിക്കലായിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്തു വരുമ്പോൾ ഇതെല്ലാം ഓക്കെ. പക്ഷേ പ്രാക്ടിക്കലായിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ ഇതിനകത്തുനിന്ന് വരുന്നത് ഒരിക്കലും നമ്മൾ തിയററ്റിക്കലായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത ഒരു ഫ്രീക്വൻസി ആയിരിക്കത്തില്ല. കാരണം ഈ റെസിസ്റ്റേഴ്സിനും ഈ IC കപ്പാസിറ്റേഴ്സ് ഇതിനൊക്കെ മാനുഫാക്ചർ തന്നെ ഒരു ടോളറൻസ് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു വേരിയേഷൻസ് ഒന്നെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്ത ഫ്രീക്വൻസിയിൽ കൂടുതലോ അല്ലെങ്കിൽ കുറവോ ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്നത്. ഇത് നമ്മൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ 10 കിലോ ഓമിൻ്റെ ഒരു വേരിയബിൾ റെസിസ്റ്റർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 10 കിലോ ഓം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 5 കിലോ ഓം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ 10 കിലോ ഓം നമുക്ക് മാർക്കറ്റിലെല്ലാം വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതുകൊണ്ടാണ് 10 കിലോ ഓം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സർക്യൂട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനിയും കൂടുതലായിട്ട് അതായത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ഈ ഡിവൈസും ഈ സർക്യൂട്ടുമായിട്ടുള്ള സകലവിധ ഇൻഫർമേഷനും കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോയി നിങ്ങൾ നോക്കുക. അതിനുശേഷം വേറെ ഇനിയും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് കൊടുക്കാവുന്നതാണ്. അതിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഈ സർക്യൂട്ടിൽ നിങ്ങൾക്ക് 2 ബസേഴ്സ് കണക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഒരു സർക്യൂട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇപ്പോൾ 2 ബസേഴ്സ്, അപ്പം കുറച്ചും കൂടെ പവർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ബസർ ഉണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് 2 ബസർ കണക്ട് ചെയ്യാവുന്നതാണ്. അതായത് ഇത് ഈ ICയുടെ 555ൻ്റെ 3ാമത്തെ പിന്നാണ് അതിൻ്റെ ഔട്ട്പുട്ട്. ആ ഔട്ട്പുട്ട് കോമൺ ആക്കി നിർത്തിക്കൊണ്ട് ഒരു ബസറിൻ്റെ പോസിറ്റീവ് അവിടെയും അതിൻ്റെ നെഗറ്റീവ് ഗ്രൗണ്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ മറ്റൊരു ബസറിൻ്റെ നെഗറ്റീവ് അവിടെ കൊടുക്കുന്നു. അതിൻ്റെ പോസിറ്റീവ് എടുത്ത് നമ്മൾ പോസിറ്റീവ് പവർ സപ്ലൈയിൽ കൊടുക്കുന്നു. പോസിറ്റീവ് എവിടെയാണോ അവിടെ കൊടുക്കുന്നു. അതേപോലെ നമ്മൾക്ക് 2 ബസർ ഉപയോഗിച്ച് ഹൈ പവറിലുള്ള ഒരു സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും ഇതിനകത്തുനിന്ന്. അപ്പോൾ ആ സർക്യൂട്ട് പ്രകാരം ഞാനിവിടെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വളരെ ചെറിയ രീതിയിൽ തന്നെ ഇതിൻ്റെ അകത്ത് പോകുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളിവിടെ സോൾഡർ ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല. ഇത് കുറച്ച് ടൈം ആകും. അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന് 3 വയർസ് ഉണ്ട്. അപ്പോൾ സെൻറ്ററിലെ 2 ജോയിൻറ്റ് ചെയ്ത് ICയുടെ 3ാമത്തെ പിന്നിലാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഗ്രൗണ്ട് എടുത്തിട്ട്, അതായത് പുറമേ കാണുന്ന ആ കോപ്പർ കളറിൽ കാണുന്ന പ്ലേറ്റിൻ്റെ ഗ്രൗണ്ട് എടുത്തിട്ട് ഞാൻ നെഗറ്റീവിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടി നമുക്ക് ഏതെങ്കിലും ഒരു പഴയ ഫോണിൻ്റെ ചാർജർ മതി. അതായത് ഏറ്റവും ആംബിയർ കുറഞ്ഞത് മതി. ഇതിനകത്ത് കറണ്ടിൻ്റെ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഏറ്റവും ആംബിയർ റേറ്റിംഗ് കുറഞ്ഞ ഒരു 5 വോൾട്ടിൻ്റെ അഡാപ്റ്റർ ഉപയോഗിക്കുക. അതെല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് വേണമെങ്കിൽ ഇതിന് 12 വോൾട്ട് വരെ നിങ്ങൾക്ക് ഇതിന് കൊടുക്കാവുന്നതാണ്. 12 വോൾട്ടിൻ്റെ ഒരു പവർ സപ്ലൈ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. പോസിറ്റീവും നെഗറ്റീവും മാറിപ്പോകല്ലേ, അത് കറക്റ്റായിട്ട് കണക്ട് ചെയ്യുക. ഇപ്പം ഇതിൻ്റെ അകത്തുനിന്ന് ചെറിയൊരു സൗണ്ട് നമ്മൾക്ക് കേൾക്കാവുന്നതാണ്. വളരെ ചെറിയ രീതിയിൽ. അപ്പോൾ ഇത് നമ്മൾക്ക് കേൾക്കാൻ സാധിക്കത്തില്ല. ഇത് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ആദ്യം കേട്ട ആ സൗണ്ടില്ലേ, അതേ രീതിയിലുള്ള സൗണ്ട് ഇതിനകത്തുനിന്ന് വരുന്നുണ്ട്. പക്ഷേ അത് നമ്മൾക്ക് കേൾക്കാൻ സാധിക്കില്ല. നമ്മൾക്ക് മാക്സിമം കേൾക്കാൻ സാധിക്കുന്നത് 20 കിലോ ഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസി ആയതുകൊണ്ടാണത്. പക്ഷേ ഇതിന് അതേ സൗണ്ടിലുള്ള ഒരു ഫ്രീക്വൻസി ഇതിനകത്തുനിന്ന് പ്രൊഡ്യൂസ് ആകുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
അപ്പോൾ ഈ തരത്തിലുള്ള ഇത് കോസ്റ്റ്ലിയാണ്. ഈ രീതിയിലുള്ള മൾട്ടിമീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ ഈ ഫോർമുലയിൽ പറയുന്ന പ്രകാരം നമ്മൾ ഈ പ്രീസെറ്റ്, അതായത് ഈ വേരിയബിൾ റെസിസ്റ്റർ നമ്മൾ സർക്യൂട്ടിൽ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് നിങ്ങൾ ഒരു 1.2 കിലോ ഓമിലേക്ക് സെറ്റ് ചെയ്യുക മൾട്ടിമീറ്റർ ഉപയോഗിച്ച്. അതിനുശേഷം സർക്യൂട്ടിൽ ഫിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും കിട്ടുന്നത് ഈ 38-നും 44-നും ഇടയ്ക്കുള്ള ഒരു കിലോ ഹെർട്സിലുള്ള ഒരു ഫ്രീക്വൻസി ആയിരിക്കും. നമുക്ക് എന്തായാലും ഈ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഇതൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിവിടെ 38 കിലോ ഹെർട്സ് കാണിക്കുന്നുണ്ട്. 38 കിലോ ഹെർട്സ് കാണിക്കുന്നുണ്ട്. നമ്മൾക്ക് ഇതിൻ്റെ വേരിയബിൾ റെസിസ്റ്റർ സെറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് ഏകദേശം ഒരു ഈ 38-നും 44-നും ഇടയ്ക്കുള്ള ഒരു ഫ്രീക്വൻസി നമ്മൾക്ക് സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഏകദേശം ഒരു 41 കിലോ ഹെർട്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്തുനിന്ന് ഏകദേശം ഒരു 41 കിലോ ഹെർട്സ് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അപ്പോൾ ഈ സർക്യൂട്ടിൻ്റെ ഫോർമുല നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇതാണ് ഇതിൻ്റെ ബേസിക്. നിങ്ങൾക്ക് ഈ ഫോർമുലയും ഈ സർക്യൂട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ഫ്രീക്വൻസിയും നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് നിങ്ങൾക്കിപ്പം ഒരു ഇൻവെർട്ടർ ഉണ്ടാക്കണം. അപ്പോൾ അതിന് 50 ഹെർട്സിൻ്റെ ഒരു ഫ്രീക്വൻസി വേണം. ഇതെല്ലാം നിങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ അവർ പറയുകയാണ് 555 IC കാണിച്ചിട്ട് ഇതും കൊണ്ട് ഒരു 50 ഹെർട്സിൻ്റെ ഫ്രീക്വൻസി ഉണ്ടാക്കുന്ന ഒരു സർക്യൂട്ട് ഉണ്ടാക്കി കാണിക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ ഈ സർക്യൂട്ട് വരയ്ക്കുന്നു. അതിനുശേഷം ഈ ഫോർമുലയും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ എന്തൊക്കെ പഠിച്ചാലും ശരി, എല്ലാവരും അതൊന്നും മനസ്സിലാക്കി പഠിക്കുക. അത് എല്ലാവർക്കും ഒരുപാട് ഗുണങ്ങൾ തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ എനേബിൾ കൂടി ചെയ്യുക.